Hi friends, welcome to my YouTube channel H Media. 3ds Max Beginner to Advanced Tutorials-ന്റെ 11th lesson ആണിത്. ഈ ഒരു ലെസണിൽ സ്വീപ്പ് മോഡിഫയർ എങ്ങനെ യൂസ് ചെയ്യാമെന്നാണ് നമ്മളിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. സ്വീപ്പ് മോഡിഫയർ യൂസ് ചെയ്തുകൊണ്ട് ഫ്ലോർ സ്കേർട്ടിംഗ്, കോർണിഷ് ഡിസൈൻ, വാൾ പാനലിംഗ്, സീലിംഗ് ഡിസൈൻ തുടങ്ങിയവ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നമുക്ക് ഈ ഒരു ലെസണിലൂടെ പരിചയപ്പെടാം. സ്വീപ്പ് മോഡിഫയർ എങ്ങനെ യൂസ് ചെയ്യാമെന്നത് മനസ്സിലാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു റെക്റ്റാങ്കിൾ ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഞാൻ ഈ ഒരു റെക്റ്റാങ്കിൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഞാൻ ഇതിനെ കൺവേർട്ട് ചെയ്ത് എഡിറ്റബിൾ സ്പ്ലൈൻ ആക്കുകയാണ്. അതിനുശേഷം നമുക്ക് മോഡിഫൈയിൽ ക്ലിക്ക് ചെയ്ത് സ്വീപ്പ് മോഡിഫയർ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സ്വീപ്പ് മോഡിഫയർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഈ ഒരു സെക്ഷനിൽ യൂസ് ബിൽറ്റ് ഇൻ സെക്ഷനാണ് ഇവിടെ ഡിഫോൾട്ടായി സെലക്ട് ആയിട്ടുള്ളത്. നമുക്കിവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആംഗിൾ, ബാർ, ചാനൽ, സിലിണ്ടർ തുടങ്ങിയ ഓപ്ഷൻസ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഞാനിവിടെ ഈ ഒരു ചാനൽ സെലക്ട് ചെയ്തിരിക്കുകയാണ്. നമുക്ക് ഈ ഒരു ചാനൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്കിവിടെ ഈ ഒരു റെക്റ്റാങ്കിൾ ഇതുപോലെ ചേഞ്ച് ആയതായി കാണാൻ സാധിക്കും. പാരാമീറ്ററിൽ നിന്ന് നമുക്കിതിൻ്റെ ലെങ്ത്, വിഡ്ത്ത്, തിക്നെസ് തുടങ്ങിയവ നമുക്കിവിടെ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാൻ ഇതിൻ്റെ ലെങ്ത് ഇവിടെ നിന്ന് ഇൻക്രീസ് ചെയ്യാണ്. ഇതുപോലെ നമുക്കിതിൻ്റെ വിഡ്ത്ത് ഇവിടെ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് ഈ ഒരു ചാനൽ ഇതുപോലെ കിട്ടിയിരിക്കുകയാണ്. ഇനി നമുക്കിതിൻ്റെ തിക്നെസ് ഇവിടെ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഞാൻ ഇതുപോലെ ഇതിൻ്റെ തിക്നെസ് അഡ്ജസ്റ്റ് ചെയ്യാണ്. നമുക്കിതിൻ്റെ വിഡ്ത്ത് കുറച്ചും കൂടി ഇതുപോലെ കുറയ്ക്കാം. ഈ ഒരു രീതിയിലാണ് നമുക്കിവിടെ ഫ്രണ്ട് വ്യൂവിൽ കാണാൻ സാധിക്കുക. നമുക്ക് ഈ ഒരു കോർണറൊക്കെ ഈ ഒരു കോർണർ റേഡിയസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്കിവിടെ നിന്ന് കർവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഒരു മെറ്റൽ ടൈപ്പ് സ്കേർട്ടിംഗ് ഒക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ ഈസിയായി ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മൾ ഇതുപോലെ ക്രിയേറ്റ് ചെയ്ത ശേഷം നമുക്ക് ഈ ഒരു മോഡിഫയറിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു സ്വീപ്പ് മോഡിഫയറിനെ നമുക്കിതുപോലെ ക്ലിക്ക് ചെയ്ത് മിറർ ചെയ്യാൻ സാധിക്കും. അതുപോലെ നമുക്കിതിൻ്റെ ആംഗിളൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ റൊട്ടേറ്റ് ചെയ്യാം. ഏത് ആംഗിളിലാണ് നമുക്ക് ഈ ഒരു എഫക്റ്റ് ആവശ്യമെങ്കിൽ അതുപോലെ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ ചാനൽ കൂടാതെ നമുക്ക് ആംഗിൾ, പൈപ്പ് തുടങ്ങിയ ഒരുപാട് ഓപ്ഷൻസ് നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇതൊക്കെ യൂസ് ചെയ്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇന്റീരിയർ ഡിസൈനിങ്, എക്സ്റ്റീരിയർ ഡിസൈനിങ് തുടങ്ങിയവയിൽ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു മോഡിഫയർ ആണ് സ്വീപ്പ് മോഡിഫയർ. ഇത് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാൻ ഈ ഒരു ആംഗിൾ യൂസ് ചെയ്താണ് ഇതുപോലെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഇതിനെ മിറർ ചെയ്യാൻ സാധിക്കുന്നതാണ്. നമുക്ക് ഈ ഒരു മോഡിഫയർ യൂസ് ചെയ്തുകൊണ്ട് ഇതുപോലെ സ്കേർട്ടിംഗ്, കോർണിഷ് ഡിസൈൻ, വാൾ പാനലിംഗ് തുടങ്ങിയവ നമുക്ക് ഈസിയായി ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ നമുക്ക് കസ്റ്റം ഷേപ്പുകൾ ക്രിയേറ്റ് ചെയ്തും ഈ ഒരു മോഡിഫയർ യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാനിവിടെ ഒരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്യാണ്. നമുക്കൊരു കോർണിഷ് ഡിസൈൻ ക്രിയേറ്റ് ചെയ്യാം. ഞാൻ ലൈൻ യൂസ് ചെയ്ത ഒരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്യാണ്. ഇതുപോലൊരു ഷേപ്പാണ് ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കിവിടെ നിന്ന് ഇതിനെ ചെറുതായി അഡ്ജസ്റ്റ് ചെയ്യാം. മോഡിഫയർ ക്ലിക്ക് ചെയ്ത് ഇതുപോലെ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഞാനിവിടെ ഒരു കസ്റ്റം സെലക്ഷൻ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്ത് ഇവിടെ നിന്ന് ഈ ഒരു പിക്ക് ബട്ടൺ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു ഷേപ്പിനെ ക്ലിക്ക് ചെയ്തുകൊണ്ട് സെലക്ട് ചെയ്യാം. നമുക്ക് ഈ ഒരു കോർണിഷ് ഡിസൈൻ ഇവിടെ ക്രിയേറ്റ് ആയതായി കാണാൻ സാധിക്കും. ഇതിനെ നമുക്ക് ഇവിടെ നിന്ന് മിറർ ചെയ്യാം. കൂടാതെ നമുക്ക് ഇതിൻ്റെ ആംഗിൾ യൂസ് ചെയ്തുകൊണ്ട് നമുക്കിതിനെ റൊട്ടേറ്റ് ചെയ്യാം. ഇവിടെ നമുക്ക് ഇതുപോലെ ഇതിൻ്റെ സെഗ്മെൻറ്റ്സ് കാണാൻ സാധിക്കും. ഇതിനെ സ്മൂത്ത് ആക്കാൻ വേണ്ടി നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഈ ഒരു ഷേപ്പ് സെലക്ട് ചെയ്യാം. അതിനുശേഷം ഇതിൻ്റെ മോഡിഫൈ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതിൻ്റെ ഇൻ്റർപോളേഷൻ പാരാമീറ്റർ സെലക്ട് ചെയ്യാം. ഇൻ്റർപോളേഷൻ പാരാമീറ്റർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ സ്റ്റെപ്സ് ഇതുപോലെ കാണാൻ സാധിക്കും. ഡിഫോൾട്ടായി 6 ആണ് ഇതിൻ്റെ സ്റ്റെപ്സ് ഉണ്ടായിരിക്കുക. നമുക്ക് ഈ ഒരു സ്റ്റെപ്സ് ഇവിടെ നിന്ന് ഇൻക്രീസ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ സ്മൂത്ത്നെസ് നമുക്ക് ഇവിടെ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ നമുക്ക് ഈ ഒരു ഷേപ്പ് ഇതുപോലെ സ്മൂത്ത് ആയതായി കാണാൻ സാധിക്കുന്നതാണ്. നമുക്ക് ഈ ഒരു മോഡിഫയറിനെ ഒരു സീനിലേക്ക് നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാമെന്ന് മനസ്സിലാക്കാം. അതിനായി ഞാൻ ക്രിയേറ്റ് ചെയ്ത ഒരു സീൻ ഓപ്പൺ ചെയ്യുകയാണ്. ഞാനിവിടെ ക്രിയേറ്റ് ചെയ്ത ഈ ഒരു സീനാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഫ്ലോർ സ്കേർട്ടിംഗ്, വാൾ പാനലിംഗ് തുടങ്ങിയവയാണ് നമ്മൾ ഈ ഒരു സീനിലേക്ക് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഈ ഒരു വാളിനെ സെലക്ട് ചെയ്ത് Alt Q പ്രസ് ചെയ്തുകൊണ്ട് ഐസൊലേറ്റ് ചെയ്യാണ്. നമുക്കിപ്പോൾ ഈ ഒരു വാളിനെ മാത്രമാണ് ഇതുപോലെ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് സ്കേർട്ടിംഗ് ആഡ് ചെയ്യാനായി നമുക്ക് ലൈൻ യൂസ് ചെയ്തുകൊണ്ട് ഈ ഒരു വാൾ പാനലിൻ്റെ മുകളിലൂടെ ഇതുപോലെ വരക്കാം. ഇതുപോലെ നമ്മളുടെ ഈ ഒരു ലൈൻ ക്രിയേറ്റ് ആയിരിക്കുകയാണ്.
നമുക്കിതിൽ എവിടെയാണ് സ്കേർട്ടിങ് ആവശ്യമില്ലാത്തത് എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഭാഗത്തെ സെഗ്മെന്റ് സെലക്ട് ചെയ്തുകൊണ്ട് ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ഈ ഒരു ഭാഗത്തും ഇതിനെ സെഗ്മെന്റ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ നമുക്ക് ഇവിടെയും സെലക്ട് ചെയ്തുകൊണ്ട് ഇതുപോലെ ഡിലീറ്റ് ചെയ്യാം. ഇതുപോലെ നമുക്ക് കാണാൻ കഴിയും. ഇതുപോലെ വ്യക്തമായി കാണാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു സീനിനെ ഇതുപോലെ ഐസൊലേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഞാൻ ഫ്രണ്ട് വ്യൂവിൽ വന്ന് നമുക്കിവിടെ റെക്റ്റാങ്കിൾ യൂസ് ചെയ്ത് ഒരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്യാം. എത്രയാണ് നമ്മളുടെ സ്കേർട്ടിങ്ങിന് ആവശ്യമെന്നുണ്ടെങ്കിൽ ആ ഒരു സൈസ് നമുക്ക് ഇവിടെ നിന്ന് സെറ്റ് ചെയ്യാവുന്നതാണ്. ഞാനൊരു 200 ആണ് ഇതിൻ്റെ ഹൈറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കിവിടെ ഇതിൻ്റെ വിഡ്ത്തും ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഞാൻ ഇതിനെ കൺവേർട്ട് ചെയ്ത് എഡിറ്റബിൾ സ്പ്ലൈൻ ആക്കുന്നു. റിഫൈൻ യൂസ് ചെയ്തുകൊണ്ട് ഞാനിവിടെ ഒരു വെർട്ടെക്സ് ആഡ് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു 2 വെർട്ടെക്സുകളെ സെലക്ട് ചെയ്തുകൊണ്ട് ഞാൻ ഇതുപോലെ മൂവ് ചെയ്യുകയാണ്. നമുക്കിതുപോലെ ഒരു ഷേപ്പ് കിട്ടിയിരിക്കുകയാണ്. അതിനുശേഷം ഞാനിവിടെ ഇതിൻ്റെ സെൻട്രലായി ഒരു വെർട്ടെക്സിനെ ആഡ് ചെയ്യുന്നു. നമുക്കിതുപോലെ കിട്ടിയിരിക്കുകയാണ്. നമുക്ക് ഈ ഒരു വെർട്ടെക്സിനെ ഇതുപോലെ സെലക്ട് ചെയ്ത് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു വെർട്ടെക്സിനെ സ്മൂത്തായി നമുക്ക് മാറ്റാവുന്നതാണ്. ഇനി ഞാൻ ഇതിനെ ജസ്റ്റ് ഇതുപോലെ മൂവ് ചെയ്യുന്നു. ഇതുപോലെ നമുക്ക് ഇവിടെ ഈ ഒരു ഷേപ്പ് ലഭിച്ചിരിക്കുകയാണ്. അതിനുശേഷം നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഈ ഒരു ലൈൻ സെലക്ട് ചെയ്യുന്നു. ഇനി നമുക്ക് ഇതിൽ സ്വീപ്പ് മോഡിഫയർ അപ്ലൈ ചെയ്യാം. ഇതുപോലെ സ്വീപ്പ് മോഡിഫയർ അപ്ലൈ ചെയ്ത ശേഷം ഞാൻ ഈ ഒരു കസ്റ്റം സെക്ഷൻ സെലക്ട് ചെയ്യാണ്. അതിനുശേഷം നമുക്ക് ഈ ഒരു പിക്ക് എന്ന ഈ ഒരു ബട്ടണിൽ പ്രസ് ചെയ്തുകൊണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഈ ഒരു ഷേപ്പ് സെലക്ട് ചെയ്യാം. ഈ ഒരു സ്കേർട്ടിങ് നമുക്ക് ഇവിടെ ക്രിയേറ്റ് ആയതായി കാണാൻ സാധിക്കും. ഇനി നമുക്ക് ഇവിടെ ഇത് സെറ്റ് ചെയ്യുന്നതിനായി സ്വീപ്പിന്റെ മോഡിഫൈ എടുത്തതിന് ശേഷം നമുക്കിവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു സ്കേർട്ടിങ്ങിനെ നമുക്ക് ഇതുപോലെ മിറർ ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഇതിന്റെ അലൈൻമെന്റ്. ഈ ഒരു അലൈൻമെന്റിൽ നമുക്ക് ഇതിന്റെ സെന്റർ ആണ് ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതുപോലെ നമുക്ക് കാണാൻ കഴിയുന്നത്. നമുക്കിവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ ഇതുപോലെ ഈ ഒരു സ്കേർട്ടിങ് ഇവിടെ സെറ്റ് ആയതായി കാണാൻ സാധിക്കും. ഇനി നമുക്ക് ഇതിലേക്ക് മെറ്റീരിയൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ മാപ്പിംഗ് കറക്റ്റ് ചെയ്യാനായി നമുക്കിത് സെലക്ട് ചെയ്തുകൊണ്ട് UEW മാപ്പ് എന്ന മോഡിഫയർ അപ്ലൈ ചെയ്യാം. ഈ ഒരു UEW മാപ്പിനെ ഇതുപോലെ നമുക്ക് സ്കെയിൽ ചെയ്യാം. ഇതുപോലെ നമുക്ക് ഈ ഒരു സ്കേർട്ടിങ് ഇവിടെ സെറ്റ് ആയിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ ഒരു വാളിലേക്ക് നമുക്ക് വാൾ പാനലിംഗ് എങ്ങനെ ആഡ് ചെയ്യാമെന്ന് നോക്കാം. ഈ ഒരു വാളിലേക്ക് മോൾഡിംഗ് ആഡ് ചെയ്യാനായി ഇതുപോലെ ഷേപ്പ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. മോൾഡിംഗ് ക്രിയേറ്റ് ചെയ്യാനായി ഞാൻ ഇതുപോലെ ഒരു ഷേപ്പാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഈ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പ് സെലക്ട് ചെയ്യാം. അതിനുശേഷം സ്വീപ്പ് മോഡിഫയർ അപ്ലൈ ചെയ്യാം. മോഡിഫൈയിൽ കസ്റ്റം സെക്ഷൻ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം പിക്ക് എടുത്ത് നമുക്ക് ഈ ഒരു ഷേപ്പ് സെലക്ട് ചെയ്യാം. നമ്മളുടെ ഈ ഒരു മോൾഡിംഗ് ഇവിടെ ക്രിയേറ്റ് ആയിരിക്കുകയാണ്. ഇതിനെ നമുക്ക് വാളിലേക്ക് കറക്റ്റായി സെറ്റ് ചെയ്യുന്നതിനായി ഞാൻ ഇതിൻ്റെ ആംഗിളിൽ ഒരു -90 ആണ് സെറ്റ് ചെയ്യുന്നത്. നമുക്കിതുപോലെ കിട്ടിയിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ ഒരു റെക്റ്റാങ്കിളിലേക്ക് ഈ ഒരു സ്വീപ്പ് മോഡിഫയറിനെ ആഡ് ചെയ്യുന്നതിനായി ഞാൻ ഈ ഒരു മോഡിഫയർ ഇതുപോലെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കോപ്പി ചെയ്യുകയാണ്. അതിനുശേഷം മോഡിഫൈയിൽ വന്ന് നമുക്കിതിനെ പേസ്റ്റ് ചെയ്യാം. നമുക്ക് ഈ ഒരു വാളിലും ഇതേപോലെ തന്നെ കിട്ടിയിരിക്കുകയാണ്. നമുക്ക് ബാക്കിയുള്ള വാൾസിലും ഇതേ സെയിം തന്നെ റിപ്പീറ്റ് ചെയ്യാം. നമുക്ക് ഈ ഒരു ഷേപ്പ് സെലക്ട് ചെയ്യാം. മോഡിഫൈയിൽ വന്ന് ഇതുപോലെ പേസ്റ്റ് കൊടുക്കാം. ഈ ഒരു മോൾഡിങ്ങിനെ ഇത് ജസ്റ്റ് ഇതുപോലെ നമുക്ക് മൂവ് ചെയ്ത് വെക്കാം. നമുക്ക് ഈ ഒരു മെത്തേഡ് ഇതുപോലെ റിപ്പീറ്റ് ചെയ്യാം. ഇതുപോലെ നമ്മൾ ഈ ഒരു മോൾഡിങ് സ്കേർട്ടിങ് നമ്മളിവിടെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് ഈ ഒരു ഐസൊലേഷൻ ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ക്ലോസ് ചെയ്യാം. ഇത്രയാണ് ഞാൻ ഈ ഒരു ലെസണിലൂടെ ഷെയർ ചെയ്യുന്നത്. നമുക്ക് അടുത്ത ലെസണിലൂടെ വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു.